ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ കാവ്യ അരുൺ, വെൽനസ് കോച്ച് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. റീഡിഫൈൻ യുവർ ലൈഫ് എന്ന 100 ഡേയ്സ് വെൽനസ് കോച്ചിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 12. ഇന്നത്തെ വിഷയം യോഗ എങ്ങനെ സ്ട്രെസ് മാനേജ്മെന്റിന് സഹായകമാകുന്നു. നമുക്കറിയാം, സ്ട്രെസ് എന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. അതായത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടി ബോഡി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് സ്ട്രെസ്. ഈ ഒരു സമയത്ത് നമ്മുടെ അലാം സിസ്റ്റം ആക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് വളരെ കൂടുതലായിരിക്കും, നമ്മുടെ ശ്വാസം ബ്രീത്തിങ് പാറ്റേൺ വളരെ കൂടുതലായിരിക്കും, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതലായിരിക്കും, നമ്മുടെ BP വളരെ കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവും. ആ ഒരു പ്രശ്നത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബോഡി ചേഞ്ചസ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരത്തേക്കാണെങ്കിൽ ഓക്കെ, പക്ഷേങ്കിൽ ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ് നമ്മൾ ഈ ഒരു സ്ട്രെസ് മോഡ് ഓൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ മറ്റ് ഫങ്ഷൻസിനെ ഇത് ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ യോഗ ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതാണ് നമ്മുടെ വിഷയം. യോഗയുടെ ഡെഫിനിഷൻ തന്നെ യോഗ ചിത്ത വൃത്തി നിരോധ എന്നാണ്. നമ്മളുടെ അനാവശ്യമായ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ യോഗയ്ക്ക് സാധിക്കും. നമുക്കറിയാം, എല്ലാ തരത്തിലുള്ള സ്ട്രെസ്സിൻ്റെയും മൂലകാരണം എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് ആണ്. നമുക്കൊരു പ്രശ്നം വരുന്നു, അത് നമ്മൾ ആഴത്തിൽ ചിന്തിച്ച് അതിനെ കൂടുതൽ എന്താ പറയുക ഊതി വീർപ്പിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്ക് എന്താ പറയുക നമ്മൾ സ്ട്രെസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ യോഗയ്ക്ക് സാധിക്കും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മൾ യോഗ സ്ഥിരമായി പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല ഗുഡ് ഹോർമോൺസ് ആയിട്ടുള്ള സെറോട്ടോണിൻ, ഗാബ, അതേപോലെ എൻഡോർഫിൻ ഒക്കെ റിലീസ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള നെർവസ് സിസ്റ്റം ഉണ്ട്. ഒന്ന് സിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം, രണ്ടാമത് പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം. നമ്മൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സിമ്പത്താറ്റിക് സിസ്റ്റമാണ് ആക്ടിവേറ്റഡ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ BP ഒക്കെ കൂടി നമ്മൾക്ക് ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എനർജിയും നമ്മൾ കണ്ടെത്തുന്നത്. ഇനി നമ്മളുടെ പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രെസ് മോഡിനെ ഓഫ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു നെർവസ് സിസ്റ്റമാണ്. അതായത് BPനെ നോർമലൈസ് ചെയ്യാനും നമ്മളുടെ ഹാർട്ട് ബീറ്റ് കുറയ്ക്കുവാനും നമ്മളെ ബ്ലഡ് ഷുഗർ നോർമലാക്കാനും മറ്റ് പ്രവർത്തനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും ഒക്കെ സഹായിക്കുന്ന ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്ന് പറയുന്നത് പോലെയാണ് സിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം. യഥാർത്ഥത്തിൽ യോഗ ചെയ്യുമ്പോൾ ഈ പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവും. യോഗയും സ്ട്രെസ്സും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബി ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു. സീ യു ടുമാറോ.